പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിഖ് ജോയി. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു കുഞ്ഞു പുസ്തകമാണ് ഇത്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ്റെ വളരെ ജ്ഞാനമുള്ള വാക്കുകൾ അടങ്ങിയൊരു പുസ്തകമാണ് ഇത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ആ കാലഘട്ടത്തിൽ ചാവറച്ചൻ എഴുതിയതാണ്. സോ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓരോ ടോപ്പിക്കാണുള്ളത്. അതായത് സ്നേഹം, മനോതാഴ്മ, സംസർഗവിശേഷം, അധ്വാനശീലം, ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സ്നേഹത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉപവിയായിരിപ്പിൻ, സ്നേഹമായിരിപ്പിൻ. ഓരോരുത്തൻ്റെ കുറവുകളും പോരായ്മകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിപ്പിൻ. ഇപ്രകാരം ചെയ്താൽ ഈ ലോകത്തിൽ സമാധാനവും പരലോകത്തിൽ നിത്യഭാഗ്യവും നിങ്ങൾ അനുഭവിക്കും. ഒരു വീട്ടിൽ തന്നെ ജ്യേഷ്ഠാനുജന്മാരും സ്ത്രീജനങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതെ എല്ലായ്പ്പോഴും വഴക്കും സംസാരവുമായിരിക്കുന്നത് എത്രയോ ദുഃഖ കാരണമാകുന്നു. ഭിന്നിക്കപ്പെട്ട രാജ്യം നിലനിൽപ്പാൻ പാടില്ലെന്ന് നമ്മുടെ കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ഇപ്രകാരം വഴക്കുള്ള തറവാട് വേഗത്തിൽ നശിച്ചു പോകും. നിങ്ങളുടെ അറ്റകുറ്റങ്ങളും കുറവുകളും നിങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കുകയില്ലെങ്കിൽ പുറമേയുള്ളവർ ക്ഷമിക്കുമോ? നാളെ മറ്റുള്ളവർ നിന്റെ ഒരു കുറ്റം ക്ഷമിക്കണമെങ്കിൽ ഇന്ന് മറ്റുള്ളവരുടെ അറ്റകുറ്റങ്ങൾ നീ ക്ഷമിക്കേണ്ടയോ? ഒരു ഉപദ്രവവും ചെയ്യാത്തവരെ മാത്രം നീ സ്നേഹിച്ചാൽ അജ്ഞാനികളും പരസ്പരം അറിവും പരിചയവും ഇല്ലാത്തവരും ചെയ്യുന്നതിൽ അധികം നീ എന്തു ചെയ്യുന്നു? ആദം എന്ന ആദ്യ പിതാവ് നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്ന പീഡകളും സങ്കടങ്ങളും കൂടാതെ നിങ്ങൾ സ്വമനസാലെ വീണ്ടും ഉണ്ടാക്കണമോ? എന്നാൽ ഇതിൻവണ്ണമുള്ള വഴക്കുകൾക്ക് കാരണം കൊടുക്കുന്നവർക്ക് ദുരിതം. ഒരിക്കൽ ഒരു കിഴവി ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കുവാൻ പല കാരണങ്ങൾ ഉണ്ടാക്കിയതിനാൽ പിശാച് കാണപ്പെട്ട് പൊന്നു നിറഞ്ഞ ഒരു സഞ്ചി അവൾക്ക് കൊടുത്തുകൊണ്ട്, ഞാൻ 3 വർഷക്കാലം പ്രയത്നിച്ചിട്ടു സാധിക്കാത്തത് നീ 3 ദിവസം കൊണ്ട് സാധിച്ചു. ഇതിനാൽ നീ എൻ്റെ ഉപദേശക ആയിരിക്കാൻ യോഗ്യതയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു തറവാട്ടിൻ്റെ ബഹുമാനവും ഭാഗ്യവും യാതൊരു വഴക്കുമില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നതത്രേ. ശത്രുക്കളോട് പകരം വീട്ടുവാൻ മൃഗങ്ങൾ കൂടെയും ശക്തിയുണ്ട്. എന്നാൽ അവയെ സാരം വയ്ക്കാതെ പൊറുക്കുന്നത് മഹാശക്തിയും വിവേകവും മാന്യതയുള്ള ആളിന് മാത്രം കഴിയുന്നതാകുന്നു. എങ്ങനെയെന്നാൽ കോൺസ്തന്തിനോസ് എന്ന മഹാചക്രവർത്തി ഒരിക്കൽ തൻ്റെ രാജസമൂഹത്തോടു കൂടി നടക്കുമ്പോൾ വഴിമധ്യേ ഒരുവൻ ആ ചക്രവർത്തിയുടെ കരണത്ത് അടിച്ചു. അപ്പോൾ ആ സമൂഹക്കാരെല്ലാവരും പകരം വീഴ്ച ചെയ്യാനും ആ ദുഷ്ടനെ കൊല്ലുവാനും ഉപദേശിച്ചു. ഇതിന് ആ മഹാരാജാവ് പ്രത്യുത്തരിച്ചത്, എൻ്റെ ഏറ്റവും താഴ്ന്ന ഉദ്യോഗസ്ഥന് പോലും ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമോ? എന്നാൽ ഇത് ഞാൻ ക്ഷമിക്കുന്നു. ഇത് എൻ്റെ ഏറ്റവും വലിയ ശക്തിയുടെ അടയാളമാകുന്നു. സർക്കാർ വഴക്കുകൾ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. എത്ര ന്യായമുള്ള സംഗതികളെക്കുറിച്ചായിരുന്നാലും സർക്കാരിൽ പോകാതിരിക്കുകയായിരുന്നു നന്ന് എന്ന് അവസാനം പറയുവാൻ ഇടയാകുകയും ചെയ്യും. സർക്കാരിൽ പോയതിനെക്കുറിച്ച് ഒരിക്കലും ഒരുത്തിനും ഉപകാരമോ സന്തോഷമോ ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച മുതലായ കടമുള്ള ദിവസങ്ങളിൽ അടിയന്തരങ്ങൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായ ഒരു പതിവാകുന്നു. ഇത് കർത്താവിൻ്റെ ദിവസമാകുന്നു. ഇത് പിശാചിൻ്റെ ദിവസമാക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപായമാകുന്നു. ഇതുപോലെ വീട്ടിൽ വല്ലവരും മരിച്ചാൽ ശേഷമുള്ളവർ സ്വന്തം ആത്മകാര്യങ്ങളെ ഉപേക്ഷിച്ച് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാതിരിക്കുന്നതും ദൈവത്താലും വിശുദ്ധ പള്ളിയാലും നിഷേധിക്കപ്പെട്ട ദുർമര്യാദയാകുന്നു. പ്രത്യേകമുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പണം വായ്പ വാങ്ങിക്കേണ്ട.
മുൻപിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാൽ കഴിയുന്നതും വേഗം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പരസ്നേഹത്തെക്കുറിച്ചല്ലാതെ പണം വായ്പ കൊടുക്കുകയും വേണ്ട. സമ്പത്തുള്ള കുടുംബം എന്നത് കടമില്ലാത്ത കുടുംബമാകുന്നു. എന്നാൽ കാരണവന്മാർക്ക് വല്ല കുർബാന കടങ്ങളോ ഉത്തരിപ്പ് കടങ്ങളോ ഉണ്ടായിരുന്നാൽ അവയെ മഹാതാൽപര്യത്തോടു കൂടി തീർക്കുക. ഈ സംഗതി ആപത്തുള്ളതാകുന്നു. എന്നാൽ പലപ്പോഴും ഒരു കുടുംബത്തിൽ ദൈവശാപം വീഴുന്നത് കൊടുത്തു വീട്ടാനുള്ള കടത്താലത്രേ.